മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് തിഹാർ ജയിലിലേക്ക് മടങ്ങും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങാനാണ് തീരുമാനം. ആരോഗ്യ കാരണങ്ങളാൽ ഇടക്കാല ജാമ്യം നീട്ടണമെന്ന അപേക്ഷയിൽ വിധി പറയുന്നത് കോടതി ജൂൺ 5 മാറ്റിയിരുന്നു. ഇന്ത്യ ഭരിക്കുന്നത് ആരെന്ന് ഡൽഹി മുഖ്യമന്ത്രി അറിയുന്നത് തിഹാർ ജയിലിൽ നിന്നായിരിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ജയിലിലേക്ക് മടങ്ങാനാണ് കെജ്രിവാളിന്റെ തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനായിരുന്നു അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ജൂൺ 1 വരെയായിരുന്നു ജാമ്യം. 2-ന് തിഹാർ ജയിൽ അധികൃതർക്ക് മുമ്പാകെ ഹാജരാകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. കീഴടങ്ങാനുള്ള തീയതി അടുത്തതോടെ ആരോഗ്യം മോശമാണെന്നും ജാമ്യം ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടി നൽകണമെന്നും ആവശ്യപ്പെട്ട് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചു. എന്നാൽ കെജ്രിവാളിന്റെ അപേക്ഷ സ്വീകരിക്കാൻ സുപ്രീം കോടതി രജിസ്ട്രി വിസമ്മതിച്ചു. സ്ഥിരം ജാമ്യത്തിനായി വിചാരണ കോടതിയിൽ അപേക്ഷ നൽകണമെന്ന് ഇടക്കാല ജാമ്യം നൽകിയുള്ള ഉത്തരവിൽ സുപ്രീം കോടതി വ്യക്തമാക്കി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് രജിസ്ട്രി അപേക്ഷ നിരസിച്ചത്. തുടർന്ന് കെജ്രിവാൾ ഡൽഹി റോസ് അവന്യൂ കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്നാൽ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർത്തു. മെഡിക്കൽ പരിശോധന ആവശ്യമായി വന്നാൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്കോ മറ്റ് ആശുപത്രികളിലേക്കോ കെജ്രിവാളിനെ കൊണ്ടുപോകുമെന്നും ഇ ഡി കോടതിയെ അറിയിച്ചു. ജാമ്യാപേക്ഷയിൽ വാദം കേട്ട കോടതി വിധി പറയുന്നത് ജൂൺ 5 മാറ്റി. ഇതോടെയാണ് കെജ്രിവാളിന് ഇന്ന് തന്നെ ജയിലിലേക്ക് മടങ്ങേണ്ടി വന്നത്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.